ബിഗ് ബോസ് സീസൺ 6 16th എപ്പിസോഡിൽ ഫസ്റ്റ് തന്നെ സാബുവിന് ഫുഡ് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയിലേക്കൊക്കെയാണ് ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഫുഡ് കുറച്ച് നേരം വൈകുന്ന ഒരു പ്രശ്നം കൊണ്ട് സാബു നമ്മുടെ ഋഷീൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞു, ക്യാപ്റ്റൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞു, ഹോട്ടലിൻ്റെ ക്യാപ്റ്റൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞു. അങ്ങനെ ഫുഡ് നമുക്ക് ടൈമിനൊന്നും തരുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സാബു കൊടുത്ത കോയിൻസ് തിരിച്ച് വേണമെന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ വന്നു. അങ്ങനെ ഋഷി അവരടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ഗസ്റ്റ് ഇങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഗസ്റ്റിന് നിങ്ങൾ ഫുഡ് ടൈമിനൊന്നും ഉണ്ടാക്കി കൊടുക്കണില്ല എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗസ്റ്റിന് നിങ്ങളെ സേവനത്തിൽ എന്തോ അപാകത ഉള്ളതുകൊണ്ട് അവർ കൊടുത്തിട്ടുള്ള കോയിൻസ് അവർക്ക് തിരിച്ച് വേണമെന്നുള്ള ഒരിതാണ് പറയുന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഋഷി വീണ്ടും അവരുടെ അടുത്ത് പോകുന്നു, ഇവിടെ ഇങ്ങോട്ട് സംസാരിക്കുന്നു. എല്ലാം സംസാരിച്ച് ഋഷീനെ കൊണ്ട് യാതൊരു ഇതും ചെയ്യാൻ പറ്റുന്നില്ല. ഋഷി ഇത് തൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുള്ള രീതിയിൽ ഇതിലേക്ക് എത്തി. ഋഷി ഭയങ്കരമായിട്ട് ലൗഡായിട്ട് സംസാരിക്കുക, ആ ഒരു രീതിയിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ എന്ത് ചെയ്യാൻ വെച്ചാൽ ഇതിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള അൻഷിബ, നോറ, ഈ ടീം ഇതിലിടപെട്ടിട്ട് അവർ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിതിൻ്റെ ഓണേഴ്സാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഗസ്റ്റ് ഒരു കാര്യം പറയുമ്പോൾ നമുക്കത് ചെയ്തു കൊടുക്കാനുള്ള ഒരു മാന്യത നമ്മളെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോയിൻസ് തിരിച്ച് തരണം, അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റാഫിനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഈ കിച്ചൺ ടീമിനെ നമ്മൾ ഇവിടുന്ന് പിരിച്ചു വിടുകയാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ പിന്നെ കളവാണെന്നുള്ള രീതിയിലൊക്കെ വന്ന് പറഞ്ഞു, നമ്മളെ കയ്യിൽ നിന്ന് ഇത് മോഷ്ടിക്കപ്പെട്ട രീതിയിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ടീമിന് വളരെയധികം ഹേർട്ടായിട്ട് അവർ അതിന് രാജിവെച്ചു. ഞങ്ങൾ രാജിവെച്ച് പോവുകയാണ് എന്നുള്ള രീതിയിൽ ഒക്കെ പറഞ്ഞു. പിന്നീട് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ശ്വേതാമേനൻ്റെ എൻട്രിയാണ്. ഒന്നും കാണിച്ചിരുന്നില്ല. ശ്വേതാമേനൻ ഇതിൽ വന്നിട്ട് ഒരു ഡയമണ്ട് ഉണ്ടായിരുന്നു ശ്വേതാമേനൻ്റെ കയ്യിൽ. അങ്ങനെ ശ്വേതാമേനനും സാബുവും കൂടി കുറേ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ശ്വേതാമേനന് ഇതിൻ്റെ ഇടയ്ക്ക് ജാസ്മിനെ വിളിക്കുന്നുണ്ട്. ജാസ്മിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ജീൻസ് മൂവിയിലെ സോങ് ഇട്ടിട്ട് ഈ റോബോ ജാസ്മിനാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു ഡാൻസ് കളിക്കണമെന്ന് പറയുന്നുണ്ട്. ആ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരെയും നമ്മുടെ ഈ റൂമിൻ്റെ ഫ്രണ്ട് ഏരിയയിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിളിക്കണം. അപ്പോൾ എല്ലാവരും പോയി വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായതുകൊണ്ട് ഇവിടെ കാര്യത്തെ അത്ര ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കുകയാണ്, ഞങ്ങളിതിൻ്റെ ഓണേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും വഴക്കായി. ലാസ്റ്റ് റസ്മിനും ജാസ്മിനും ഒരുപാട് പ്രൊവോക്ക് ചെയ്തു. ലാസ്റ്റ് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവിടെ. അതിൽ ഭയങ്കര ഒരു സീൻ നാടകം അവിടെ നടക്കുകയാണ്. രണ്ടാൾക്കാർക്കും മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ സ്റ്റോറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കരമായിട്ട്. അതിൽ പിന്നെ വന്നിട്ട് ജാസ്മിൻ വന്നിട്ട് ഗ്യാസ് ഓഫാക്കിയപ്പോൾ അത് റസ്മിന് പറ്റില്ല. ആ റസ്മിനും അവർ തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടായിട്ട് പിന്നെ ബിഗ് ബോസ് ഇവരെ കൺസെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. അവിടുന്ന് ഇവർ ഭയങ്കര പൊട്ടിക്കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു തലത്തിൽ അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പുറത്ത് അൻസിബ റൂമിൽ ഇരുന്നിട്ട് അൻസിബ ഭയങ്കര ഇതിൽ അൻസിബ കരയുന്നു. ഋഷി വന്നിട്ട് അൻസിബനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല നമുക്ക് ശരിയാക്കാന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ഈ വഴക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്വേതാമേനന് ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ അവർ എന്താണ് ഈ ഒരു ഷോനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു സങ്കടം അവർ ബോധിപ്പിക്കുന്നുണ്ട് ജാസ്മിൻ്റെ അടുത്ത്. നിങ്ങൾ ഇത്രമാത്രം ഈ ഒരു ദേഷ്യം കൂടുതലുള്ള ഒരു കണ്ടസ്റ്റൻസ് ആയിട്ടാണ് ഈ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട ആവശ്യം എന്താണ്? നിങ്ങളെ വ്യക്തിത്വം ഇവിടെ കാണിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യത്തിന് ഒരു 3 ദിവസം കഴിഞ്ഞ കാര്യം അത് മനസ്സിലിട്ടുകൊണ്ട് ഇങ്ങനെ നടന്ന് അതിനെ പെരുപ്പിച്ച് അത് വലിയൊരു വഴക്കിലേക്കൊക്കെ എത്തിക്കുക. അതൊക്കെ ഒരു ഷോനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പുറത്തൊരു ലോകമുണ്ട്. നിങ്ങൾ
സിംഗേഴ്സാണ്, ആക്ടേഴ്സാണ്, പല പല മേഖലകളിലുള്ള വന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. വെറുതെ ഇവിടെ വന്നിട്ട് ഇത് ചെയ്തിട്ടൊക്കെ എന്താ ഇങ്ങനെയൊക്കെ പോയിട്ടൊന്നും ഒരു കാര്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ്. ഇനി ഒരു 40 ദിവസമേ ഉള്ളൂ, അത് നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, അല്ലാതെ വെറുതെ അലമ്പാക്കിക്കൊണ്ട് ദേഷ്യം വേണമെന്നും പറയുന്നില്ല, പക്ഷെ ഓവറായിട്ടുള്ള ഒരു വല്ലാത്തൊരു ഇതിലേക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ ശോധമേനം പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ജാസ്മിൻ്റെ ആ റോള് നല്ല രസമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ജാസ്മിൻ അത് ആ ഒരു റോബോട്ട് സംസാരിക്കുന്ന അതേ രീതിയിലൊക്കെയാണ് ജാസ്മിൻ ഹലോ ആ ഒരു രീതിയിലൊക്കെയാണ് അവരിങ്ങനെ ജാസ്മിൻ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെയൊക്കെയാണ്.